ജെന്റിൽമെൻ, മേജർ ഷെയർസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. വിശ്വലക്ഷ്മി തമ്പുരാട്ടി, പാർവതി മേനോൻ, രവിവർമ്മ, രാമവർമ്മ, സുദർശന ആൻഡ് ഹെർ ബ്രദർ, ഇത്രയും പേരുടെ കയ്യിലാണ് ബാക്കിയുള്ള ഷെയർസ്. ഈ നീക്കങ്ങളൊന്നും ഇതുവരെ ഇപ്പോഴത്തെ എം ഡി രാമവർമ്മ അറിഞ്ഞിട്ടില്ല. രാമവർമ്മയെ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നെ നിയമിക്കണമെന്ന ആവശ്യം ഒപ്പിട്ട് നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ദാറ്റ് മീൻസ് നാളെ മുതൽ മലയാള ശബ്ദത്തിന്റെ എം ഡി ഞാനായിരിക്കും. അല്ല, ഇന്നു മുതൽ ഞാനാണ് മലയാള ശബ്ദത്തിന്റെ എം ഡി. എനിക്കടാ ലാസ്റ്റ്. മേജർ ഷെയർസ് മുഴുവൻ എന്റെ പേരിലായി കഴിഞ്ഞു. ഈ ഇരിക്കുന്ന ബോംബെയിലെ മൾട്ടിനാഷണൽ കമ്പനി, ഇത് മുഴുവൻ എന്റെ ആൾക്കാരാണ്. ഇത് ഞാൻ നിനക്ക് വിരിച്ച വലയാണ്. നീ എന്റെ ചേട്ടൻ രാമവർമ്മയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ്. ഇനി അത് പടരാൻ ഞാൻ സമ്മതിക്കില്ല. കത്തിച്ചു കളയുന്ന ഞാൻ. ഗെറ്റ് ഔട്ട്. പരിതേ. താങ്ക് യു ആൾ. താങ്ക് യു. മോനെ, നീയാണ് ശരി. അതാ നീ ജയിച്ചത്. നിന്നെ ജയിപ്പിച്ചോ അപ്പനെ തോൽപ്പിച്ചോ അച്ഛൻ ഇനി ഈ കസേരയിൽ ഇരിക്കുന്നത് ശരിയല്ല. മലയാള ശബ്ദത്തെ നീ രക്ഷിച്ചു. നീയാ മോനെ ഇനി ഇവിടെ ഇരിക്കേണ്ടത്. അച്ഛനുണ്ട് കൂടെ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. മിസ്റ്റർ രവിവർമ്മ, നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല. താനാരാ അത് പറയാൻ? ഞാൻ ആരും ആയിക്കോട്ടെ, ഈ വീടിന്റെ ഉടമസ്ഥൻ രാമവർമ്മ പെറ്റീഷൻ തന്നിട്ടുണ്ട്. ഉടമസ്ഥൻ രാമവർമ്മയോ? ഇത് ഞങ്ങളുടെ വീട്. അല്ല, എന്റെ വീട്. പത്രം നീ പിടിച്ചെടുക്കില്ലേ? വീട് ഞാൻ പിടിച്ചെടുക്കി. അപ്പാ, അവനോട് ഇങ്ങനൊന്നും കാണിക്കരുത്. ഈ മുറ്റത്ത് ഞാൻ കേട്ടില്ല തണ്ടിയെ. താണെങ്കിലേ അവിടെ പോയി കണ്ടോണം. ഇറങ്ങിപ്പോയപ്പോ തിരിച്ചു വിളിച്ചു. തിരിച്ചു വന്നപ്പോ കയറി വാ എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ മുത്തശ്ശി? ഇങ്ങനെയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാ മുത്തശ്ശി ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയത്. ഒരിക്കലും ഞാൻ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല മുത്തശ്ശി. പ്രസ് ഞാൻ പിടിച്ചെടുത്തതല്ല, രക്ഷിച്ചതാ കൈവിട്ടു പോകാതിരിക്കാൻ. അതിനെന്നെ ശിക്ഷിക്കുക അപ്പേട്ടൻ. മുത്തശ്ശിയെ കാണാൻ വീട്ടിൽ വരുമ്പോ വീട്ടുവാതിൽക്കൽ പോലീസ് തടുക്ക. സ്റ്റുപ്പിഡ്. അപ്പേട്ടാ, ഞാൻ പോവാ. വൈരാഗ്യത്തോടെ അല്ല, അപ്പേട്ടൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തോടെ. ഇത്രത്തോളം സെൽഫിഷ് ആകരുത് മോനെ. മിസ്റ്റർ രവിവർമ്മ, നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല. താനാരാ അത് പറയാൻ? ഞാൻ ആരും ആയിക്കോട്ടെ, ഈ വീടിന്റെ ഉടമസ്ഥൻ രാമവർമ്മ പെറ്റീഷൻ തന്നിട്ടുണ്ട്. ഉടമസ്ഥൻ രാമവർമ്മയോ? ഇത് ഞങ്ങളുടെ വീട്. അല്ല, എന്റെ വീട്. പത്രം നീ പിടിച്ചെടുക്കില്ലേ? വീട് ഞാൻ പിടിച്ചെടുക്കി. അപ്പാ, അവനോട് ഇങ്ങനൊന്നും കാണിക്കരുത്. ഈ മുറ്റത്ത് ഞാൻ കേട്ടില്ല തണ്ടിയെ. താണെങ്കിലേ അവിടെ പോയി കണ്ടോണം. ഇറങ്ങിപ്പോയപ്പോ തിരിച്ചു വിളിച്ചു. തിരിച്ചു വന്നപ്പോ കയറി വാ എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ മുത്തശ്ശി? ഇങ്ങനെയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാ മുത്തശ്ശി ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയത്. ഒരിക്കലും ഞാൻ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല മുത്തശ്ശി. പ്രസ് ഞാൻ പിടിച്ചെടുത്തതല്ല, രക്ഷിച്ചതാ കൈവിട്ടു പോകാതിരിക്കാൻ. അതിനെന്നെ ശിക്ഷിക്കുക അപ്പേട്ടൻ. മുത്തശ്ശിയെ കാണാൻ വീട്ടിൽ വരുമ്പോ
വീട്ടുവാതിൽക്കൽ പോലീസ് തടുക്ക. സ്റ്റുപ്പിഡ്. അപ്പേട്ടാ, ഞാൻ പോവാ. വൈരാഗ്യത്തോടെ അല്ല, അപ്പേട്ടൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തോടെ. ഇത്രത്തോളം സെൽഫിഷ് ആകരുത് മോളെ നീ. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. എത്രയെന്ന് വെച്ചാൽ ഞാൻ നിന്നോട് പറയാ. അങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ ഏതല്ലേ? ഒരു വീട്ടിൽ ഒന്നിച്ചു വളർന്ന സുധുവും അനിയൻ ചേട്ടനും തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ. തളർന്ന മോളെ ഞാൻ നിന്നെ കാണാമെന്ന്. എന്നെ കൂടുതൽ തളർത്തരുത്. നീ എന്റെ കൂടെ വരണം പ്ലീസ്. നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. സുധു.